Hi students, we are back with a new episode. So in our last class we discussed a chapter named Project Tiger. Project Tiger എന്ന് പറഞ്ഞാൽ സത്യജിത്രയുടെ ആ ഒരു ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. 5 പാരഗ്രാഫുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി 6ാമത്തെ പാരഗ്രാഫ് മുതലാണ്. അപ്പോൾ ഡിസ്നി സ്റ്റുഡിയോയിൽ അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തിനുള്ള എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ അമേസ്മെന്റ് കൂട്ടിയ ആ ഒരു സന്ദർഭങ്ങളൊക്കെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിന്നെ അവസാനം പറഞ്ഞത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള ആ ഒരു ചലച്ചിത്രകാരനെ അല്ലെങ്കിൽ ഫിലിം മേക്കറെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ചിത്രമായിട്ടുള്ള ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ ചിത്രീകരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ആ ഒരു എഫേർട്ടിനെ കുറിച്ചൊക്കെ പറയാണ്. അപ്പൊ ഇവിടെ പ്രസ് റിലീസ് ഒക്കെ ഇറക്കി അല്ലെങ്കിൽ പത്രത്തില് വാർത്ത കൊടുത്തു എന്നൊക്കെ പറയാണ്. അപ്പൊ അതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി 6ാമത്തെ പാരഗ്രാഫ് അതിന്റെ ഒരു തുടർച്ചയാണ്. എങ്കിൽ കൂടി ഇനി വേറെ പാരഗ്രാഫുകളിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് 6ാമത്തെ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? Okay, then let's start the 6th paragraph. So, 6th paragraph. Someone replied within a few days. അപ്പോൾ ഈ ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തതിന് ശേഷമുള്ള കാര്യമാണ് ഈ ഒരു 6th paragraph പറയുന്നത്. ശ്രദ്ധിക്കുക. Someone replied within a few days. He was asked to bring his birds, and he arrived with almost 100 trained ravens. Admittedly, their training had not gone very bad. That is to say that they could not do anything that might be seen as extraordinary. But as if many as 50 ravens are told to perch quietly in a row on a specific spot, and if they obey this command instantly, isn't that pretty impressive? എന്താണ് ആ 6th പാരഗ്രാഫ് പറയുന്നത്? അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. 5th പാരഗ്രാഫിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ശ്രദ്ധിക്കുക. Someone replied within a few days. അപ്പോൾ ഈ പത്രത്തിൽ പരസ്യം കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം someone replied, which means ആരോ ഒരാൾ മറുപടി തന്നു അല്ലെങ്കിൽ ഈ ഒരു പ്രസ് റിലീസിന് ശേഷം ആരോ ഒരാൾ ഹിച്ച്കോക്കിനെ വിളിച്ചു. And after that he was asked to bring his birds. അപ്പോൾ അദ്ദേഹത്തിന്റെ ബേർഡ്സിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബേർഡ്സിനെ കൊണ്ട് വരാൻ ഹിച്ച്കോക്ക് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയാണ്. And he arrived with almost 100 trained ravens. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് 100ഓളം ട്രെയിൻ ചെയ്ത റാവൻസിനെയും കൊണ്ട് ആരുടെ അടുത്തേക്ക് എത്തുകയാണ്? നമ്മുടെ ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ആകമാനം ആളുകൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ അദ്ദേഹത്തിന്റെ ഫിലിം കണ്ടിരിക്കണം എന്ന് പറയാം. അപ്പൊ അത്രയും പ്രഗത്ഭനായ ആ വ്യക്തിയുടെ മുന്നിലേക്ക് 100 റാവൻസ് അല്ലെങ്കിൽ 100ഓളം കാക്കകളുമായിട്ട് ട്രെയിൻ ചെയ്ത റാവൻസിനെയുമായിട്ട് ആര് വരികയാണ്? ഒരു വ്യക്തി കടന്നു വരികയാണ്. And admittedly, their training had not gone very bad. യാഥാർത്ഥ്യം എന്ന് പറയട്ടെ അല്ലെങ്കിൽ ക്ലിയർലി അത് അവരുടെ ട്രെയിനിങ് അല്ലെങ്കിൽ അവയ്ക്ക് കൊടുത്തിരുന്ന ട്രെയിനിങ് അത്ര മോശമൊന്നും ആയിരുന്നില്ല. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ര ഗംഭീരവുമല്ല, വളരെ മോശവുമല്ല. എന്ന് വെച്ചാൽ ഒരു മോഡറേറ്റ് ആയിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് നല്ലതുപോലെ അദ്ദേഹം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞത് admittedly their training had not gone very bad. അത്രമേൽ മോശമൊന്നും ആയിട്ടില്ല, നല്ലത് തന്നെയാണ്. And that is to say, they could not do anything that might be seen as extraordinary. അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവയ്ക്ക് ഒരു പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും അല്ലെങ്കിൽ പതിവിൽ വിപരീതമായിട്ട് മറ്റൊന്നും കാണിക്കുവാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ എന്താ, സാധാരണഗതിയിൽ കാക്കകൾ എന്താണ് ചെയ്യുന്നത് അതേപോലെ ചെയ്യുവാനേ അവയ്ക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പതിവിൽ വിപരീതമായിട്ടൊന്നുമില്ല, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു ട്രെയിൻ റാവൻസ് ആണ്. ഇറ്റ്സ് അബൌട്ട് 100 of them അല്ലെ. അതൊരു എന്താണ് 100ഓളം ഉണ്ട് എന്ന് പറയാം. ഓക്കെ, but if as many as 50 ravens are told to perch quietly in a row on a specific spot, and if they obey this command instantly, isn't that pretty impressive? അപ്പോൾ ഇവിടെ പറയാണ്, ആ സെന്റൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ. ശ്രദ്ധിക്കുക എന്താ പറയുന്നത്. but if as many as 50 ravens are told to perch quietly, എന്താണ് ഈ ഒരു 100 എണ്ണത്തിൽ 50 എണ്ണമെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യം അനുസരിച്ചുകൊണ്ട് ഒരു മരക്കൊമ്പിന്റെ മുകളിലേക്ക് ചേക്കേറുകയാണ്. perch means ചേക്കേറുക, അല്ലെങ്കിൽ വെച്ചാൽ ആ കൊമ്പിന്റെ മുകളിലേക്ക് ഇരിക്കുകയാണെന്നൊക്കെയാണ്. പറന്ന് കൊമ്പിന്മേലേക്ക് ഇരിക്കുന്നതാണ് പേർച്ച് എന്ന് പറയാം. അപ്പോൾ അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ and if they obey this command instantly, അപ്പോൾ അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം കമാൻഡ് ചെയ്യുന്ന സമയത്ത് അവ ഒരു പേർച്ചിന്റെ അല്ലെങ്കിൽ അവ പേർച്ച് ചെയ്ത് നിന്നാൽ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മുകളിലേക്ക് അണിനിരുന്നാൽ isn't that pretty impressive? അത് കുറച്ചുകൂടി ഇംപ്രസീവ് അല്ലേ, അല്ലെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഓതർ. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള പക്ഷികളെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ഇംപ്രസീവ് ആയിരിക്കില്ലേ, സിനിമയെ കുറച്ചുകൂടി എന്താണ് ബൂസ്റ്റ് ചെയ്യില്ലേ എന്നൊക്കെ ആര് ചോദിക്കുകയാണ്? നമ്മുടെ സത്യജിത്രായി നമ്മുടെ ഇന്ത്യൻ റീഡേഴ്സിനോട് ചോദിക്കുകയാണ്. ഓക്കെ, നമ്മളോടാണ് ചോദിക്കുന്നത്. ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം മറ്റ് പെറ്റ്സിനെ പോലെയല്ല അല്ലെങ്കിൽ പെറ്റ് ബേർഡ്സിനെ പോലെയല്ല. ഇവ എന്താണ് കുറച്ചുകൂടി വൈൽഡാണ്.
അപ്പൊ ഇവയെ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് കുറച്ച് എഫേർട്ടുള്ള സാധനം തന്നെയാണ്. അതാണ് പറയുന്നത്. അപ്പൊ അതാണ് ആ ഒരു 6th പാരഗ്രാഫ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനി let's read the 7th paragraph. Needless to say, in our own country, it is not at all easy to find trained animals. Although some films have been made in Bombay and Madras that involve working with elephants, horses and tigers. Their performance did suggest that they were used to obeying commands. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. If one is prepared to be patient, it is not altogether impossible to get good performance out of them, as we managed to do with Bulo in Pader Panchayat. അപ്പോൾ എന്താണ് 7th പാരഗ്രാഫ് പറയുന്നത്? അപ്പോൾ നമ്മുടെ ഹിച്ച്കോക്കിന്റെ കഥയൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ അത് അവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ത്യൻ സിനിമയിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ സത്യജിത് റായ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ എന്താണ് ഡ്രോബാക്സിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് എന്താണ് എലിമെന്റ്സിലെ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഇവിടെ പറയുകയാണ്. ശ്രദ്ധിക്കുക. Needless to say, എന്നുവെച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല, in our own country it is not at all easy to find trained animals. എന്താ പറയുന്നത്? Needless to say, in our own country it is not at all easy to find trained animals. Although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. എന്താ പറയുന്നത്? പറയുവാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ഫിലിം മേക്കിംഗ് അത്രമേൽ പരിചിതമല്ല, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള എലിമെന്റ്സിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസം തന്നെയാണ്. എങ്കിൽ കൂടി അങ്ങനെയെങ്കിൽ കൂടി some films have been made in Bombay and Madras that involved working with elephants, horses and tigers. പക്ഷെ അങ്ങനെയെങ്കിൽ കൂടി നമ്മുടെ ബോംബെയിലുള്ള ഫിലിം ഇൻഡസ്ട്രി ഒക്കെ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രി ഒക്കെ എന്താണ് ചെയ്യുന്നത്? ചില സമയങ്ങളിലൊക്കെ ഈ എലിഫന്റ്സിനെ ട്രെയിൻ ചെയ്തിട്ട്, അതേപോലെ തന്നെ ഹോഴ്സിനെ ട്രെയിൻ ചെയ്തിട്ട്, അതേപോലെ തന്നെ ടൈഗേഴ്സിനെ, അതേപോലെ ആനയെയും അതേപോലെ തന്നെ കുതിരയും അതേപോലെ തന്നെ ടൈഗേഴ്സിനെയും കടുവകളെയും ട്രെയിൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ വളരെ അധികം അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള എന്താണ് ഒരു ചിത്രീകരണം, സിനിമാ ചിത്രീകരണം മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സാധാരണഗതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യാറുള്ള അനിമൽസിനെ യൂസ് ചെയ്യാറുണ്ട് ഈ ബോംബെ അതേപോലെ തന്നെ മദ്രാസ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാണ്. ഓക്കെ, അതാണ് പറയുന്നത്. Then their performance did suggest that they were used to obeying commands. അപ്പോൾ അവരുടെ പെർഫോമൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു ബോളിവുഡ് അതേപോലെ തന്നെ മോളിവുഡ് അതേപോലെ തന്നെ ടോളിവുഡ് കോളിവുഡ് എന്തിനായിക്കോട്ടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ട്രെയിൻ ചെയ്ത അനിമൽസ് എന്ന് പറഞ്ഞാൽ കമാൻഡ്, അതായത് ആജ്ഞാനുവർത്തികളാണ്. അല്ലെങ്കിൽ അവിടെ യജമാൻ പറയുന്ന ആ ഒരു ആജ്ഞ മാത്രം അനുസരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മൃഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും ചെയ്യാൻ അവർക്ക് ഉണ്ടാവുമായിരുന്നില്ല. ഓക്കെ, അതാണ് പറയുന്നത്. Their performance did suggest that they were used to obeying commands. In Bengal, it is sometimes possible to find clever dogs. അതേപോലെ ബംഗാളാണ് നമ്മുടെ സത്യജിത് റായുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബംഗാളിലെ ചില സമയങ്ങളിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള നല്ല നായകളെ കാണാൻ കഴിയും, അല്ലെങ്കിൽ നല്ലപോലെ ട്രെയിൻ ചെയ്ത് എന്താണ് അത്രമേൽ കേപ്പബിൾ ആയിട്ടുള്ള ട്രെയിൻ ഡോഗ്സിനെ കാണാൻ കഴിയുന്നത് സത്യജിത് റായ് പറയാണ്. ട്രെയിൻ ഡോഗ്, പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇന്റലിജന്റ്. അതിൽ തന്നെ പോലീസ് ഡോഗ്സ് ആണ്, അല്ലെങ്കിൽ പോലീസുകാരെ പരിശീലിപ്പിക്കുന്ന നായകളാണ് കുറച്ചുകൂടി ബ്രില്യന്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ടുള്ളത്. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും കഴിവുള്ള ഇത്തരത്തിലുള്ള ട്രെയിൻ ഡോഗ്സിനെ ബംഗാളിൽ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുകയാണ്. If one is prepared to be patient, it is not altogether impossible to get good performance out of them, as we managed to do with Bulo in Pader Panchali. If one is prepared to be patient, it is not altogether impossible to get good performance out of them, as we managed to do with Bulo in Pader Panchali. Pader Panchali Bulo എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായത് ഒരു മൃഗമാണ്. അപ്പോൾ അതിനെ വെച്ച് ചിത്രീകരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാ പറയുന്നത് പലതും ശരിയായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം എന്താണ് ഇംപ്രസീവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം അതിന് റിസൾട്ട് ഉണ്ടാവാറില്ല എന്ന് പറയുകയാണ്. ഓക്കെ, അതാണ് ആ ഒരു പാരഗ്രാഫ് പറയുന്നത്. ഇനി നമുക്ക് 8th പാരഗ്രാഫാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ തൊട്ട് മുന്നത്തെ പാരഗ്രാഫിൽ സത്യജിത് റായ് ഇങ്ങനെ പറയുകയാണ് അല്ലെ. എന്താ പറഞ്ഞത്? സത്യജിത് റായ് പറഞ്ഞു, അതായത് ഒരാള് എന്താണ് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ഷമയോട് കൂടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഒരു കാര്യവും വിജയിക്കാതിരിക്കില്ല. അപ്പൊ തന്നെയാ പറഞ്ഞത് പതേർ പഞ്ചാലി എന്ന് പറയുന്ന ആ ഒരു ഫിലിമിൽ അല്ലെങ്കിൽ ആ വേൾഡ് ഫേമസ് ആയിട്ടുള്ള
ഇന്ത്യയിൽ ഇങ്ങനെയൊരു ചലച്ചിത്ര നിർമ്മാതാവ് അല്ലെങ്കിൽ ഫിലിം മേക്കർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച ആ ഒരു ചിത്രം. അതില് ബുലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടിയെ അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നായയെ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ആ നായയുടെ അഭിനയം എന്താണ്, അവരെടുത്ത എഫേർട്ടിനെ എന്താണ് ഉതകുന്നതാണ്, അല്ലെങ്കിൽ അവര് എടുത്ത എഫേർട്ടിനെ എന്താണ് സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ അതിന് നല്ലൊരു മേൽക്കോയ്മ കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെയായിരുന്നു അതിന്റെ അല്ലെങ്കിൽ ആ ഒരു നായയുടെ അഭിനയം. അപ്പോൾ എഫേർട്ട് എടുത്താൽ നമ്മൾ അതിൽ വിജയിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആവുന്ന അവിടെ ആര് പറയാണ്, നമ്മുടെ സത്യത്തിൽ പറയാണ്. കാരണം നമുക്ക് മുന്നേ ഉണ്ടായ എക്സ്പീരിയൻസിൽ നമ്മൾ സക്സസ് ആയിട്ടുണ്ട് എന്നൊക്കെ ആര് പറയാണ്, പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലൂടെ ബുലോ എന്ന് പറയുന്ന ഒരു നായയുടെ എക്സ്പീരിയൻസിലൂടെ ആര് പറയാണ്, സത്യത്തിൽ പറയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫ് പറയുന്നത് ഇങ്ങനെയാണ്. Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was no need for a tiger in a film? We had to deal with this problem too when we were shooting Gobi Gain Baga Gain. In the film, Gobi, who is banished by the king, wanders in the forest, meets Baga, who is also been banished. They see a tiger and freeze, but the tiger simply walks about in the forest without paying them the slightest attention. അപ്പോൾ അടുത്ത പാരഗ്രാഫ് ഇങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was no need for a tiger in a film? ഒരു സിനിമയിൽ ഒരു നായയുടെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ എത്രത്തോളം പരിശീലിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണ്. അതായത് yet a dog might be difficult, not impossible to handle. What was one supposed to do if there was a need for a tiger in a film? ഒരു നായയാണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം, പക്ഷേ നേരെ മറിച്ച് ഒരു ടൈഗർ ആണെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വലിയൊരു ടാസ്ക് ആണ് എന്നാല് പറയാണ്, സത്യത്തിൽ പറയാണ്. ആൻഡ് വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. അങ്ങനെ ഞങ്ങൾക്കും ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. വെച്ചാൽ ഞങ്ങൾ ഒരിക്കൽ ഒരു സിനിമയിൽ ഈ ടൈഗറിനെ അല്ലെങ്കിൽ ഒരു ടൈഗറിനെ അഭിനയിപ്പിക്കേണ്ട ഒരു രംഗം ഉണ്ടായിരുന്നു. And to when we were shooting Gobi Gain and Baga Gain. അപ്പോൾ ഗോപി ഗൈൻ ബഗ ഗൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു സീനില് ടൈഗറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ നേരിട്ട പ്രശ്നത്തെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ സത്യത്രയും അദ്ദേഹത്തിന്റെ ക്രൂവും നേരിട്ട ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. In the film, Gobi, who is banished by the king, wanders in the forest. അപ്പോൾ ഈ കഥയിലെ ഒരു കഥാപാത്രമാണ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം എന്താണ് രാജാവിന്റെ അല്ലെങ്കിൽ തന്റെ രാജ്യത്ത് നിന്ന് രാജാവ് എന്താണ് നാട് കടത്തി, അല്ലെങ്കിൽ ഭ്രഷ്ട് കൽപ്പിച്ച് നാട് കടത്തിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, കാട്ടിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് കാട്ടിലേക്ക് കടക്കുകയാണ്. ആൻഡ് ഫ്രം ദ ഹി മീറ്റ്സ് ബാഗ, ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. അപ്പൊ അവിടെ നിന്ന് ആ ഒരു ഫോറസ്റ്റ് വെച്ചിട്ട് ബാഗ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് മറ്റൊരു വ്യക്തിയെ, ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ബാഗ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ്. അയാളും എന്താണ് ഇതേപോലെ തന്നെ ഒരു രാജാവാൽ എന്താണ് നാട് കടത്തപ്പെട്ടതായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഒരു രംഗം ഒരു കാട്ടിൽ വെച്ചിട്ടാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സീൻ കംസ് എ ടൈഗർ, അല്ലെങ്കിൽ അവിടെ ഒരു ടൈഗറിന്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അവിടെ ഒരു ടൈഗർ വരുന്നുണ്ട്. അപ്പോൾ അതിന് in order to introduce a tiger, they need a tiger or a living good fleshed tiger in that scene. Okay, they see a tiger and freeze. അപ്പോൾ അങ്ങനെ അവർ അവിടെ വെച്ചിട്ട് എന്താണ് ഒരു ടൈഗറിനെ കാണുകയാണ്, അവിടുന്ന് ഫ്രീസ് ആയി പോവാണ്, അല്ലെങ്കിൽ അവരുടെ മെൽറ്റ് ആയി പോവാണ്, എന്താണ് ഉരുകി അവിടെ ഉറച്ചു പോയി. എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം വന്നില്ല. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ് വിതൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. അപ്പോൾ അവർ അവിടെ നിൽക്കുന്ന സമയത്ത് എന്താണ് ടൈഗർ വന്നു, പക്ഷെ അവരെ മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അവരെ യാതൊരു വിധത്തിൽ എന്താണ് ആക്രമിക്കാതെയും അത് നടന്നു പോകും. എന്ന് വെച്ചാൽ അവരെ ശ്രദ്ധിക്കാതെ, ഗവനിക്കാതെ, ലിസൺ ചെയ്യാതെ അത് നടന്നു പോവുകയാണ്. അപ്പോൾ ആ ഒരു രംഗം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് വി നീഡ് എ ടൈഗർ, ഞങ്ങൾക്കൊരു ടൈഗറിനെ വേണം, അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നു. അപ്പോൾ ആ ഒരു രംഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി പറയുന്നത് അതിനെ കുറിച്ചാണ്. So listen, 9th paragraph. Having thought of this scene, I simply had to shoot it. But were we going to find a tiger? The obvious thing to do was to look in a circus, since they were likely to have trained animals. As a matter of fact, one called Bharat Circus was visiting Calcutta at the time, holding show in Market Square. We sent someone to make an appointment with its Tamil manager, and then went to meet him one morning. He greeted us warmly and ordered South Indian coffee for us. The manager heard the reason for our visit, then sent for one Mr. Thorat.
he turned out to be the ringmaster. He too was a South Indian, very well built, with features somewhat like those of a Nepali. He was perhaps no more than 40. He showed us an old scar on his forearm, which had been caused by a tiger. അപ്പോൾ 9th പാരഗ്രാഫ് ഇങ്ങനെയാണ് പറയുന്നത്, ഹാവിംഗ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ ആ ഒരു രംഗം, ഏത് രംഗം, ഗോപി ഗൈൻ ബഗ ഗൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയിലെ ആ ഒരു രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് അവിടെ ഒരു ടൈഗർ വരുന്ന ആ ഒരു രംഗത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്, എനിക്ക് അത് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. അപ്പോഴും എന്റെ മനസ്സിൽ അലട്ടിയിരുന്ന അല്ലെങ്കിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്തിരുന്ന ഒരു ചോദ്യം ഇത് എങ്ങനെയായിരുന്നു, ബട്ട് വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ, എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഒരു ടൈഗറിനെ കിട്ടുക എന്നുവെച്ചാൽ ഈ രംഗത്തിൽ ഒരു ടൈഗറിന്റെ ആവശ്യമുണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് അതിന് ലഭിക്കും. The obvious thing, what do you mean by obvious? Clear. വ്യക്തമായ ഒരു കാര്യം ഇതായിരുന്നു. The obvious thing to do was to look in a circus since they were likely to have trained animals. ഏറ്റവും സ്പഷ്ടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ തെരഞ്ഞു പോകേണ്ട മറ്റെടുത്തുമായിരുന്നില്ല, മറിച്ച് സർക്കസിലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു സർക്കസ് കൂടാരത്തിൽ ഇത്തരത്തിലുള്ള ട്രെയിൻഡ് അനിമൽസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായിട്ട് സെർച്ച് ചെയ്യേണ്ടത് എവിടെയാണ്? സർക്കസ് കൂടാരത്തിൽ തന്നെയാണെന്ന് ആര് പറയാണ്? സത്യത്തിനെ പറയാണ്. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ഒരു വസ്തുയുടെ കാര്യം എന്ന നിലയിൽ വൺ കോൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദ ടൈം. അപ്പോൾ ആ ഒരു വസ്തു എന്ന നിലയിൽ എന്താണ് ഈ ഒരു കാര്യം അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആരോ പറഞ്ഞു കേട്ടു, എന്ത്, ഭാരത് സർക്കസ് ഇവിടെ വിസിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ കൽക്കട്ടയിൽ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത് ഒരു സ്വരം കേട്ടു. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. അങ്ങനെ മാർക്കസ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഭാരത് സർക്കസ് അവരുടെ ഒരു കൂടാരം അടിച്ചു അവിടെ എന്താണ് സർക്കസ് ആരംഭിക്കുകയാണ്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ട്രെയിൻഡ് അനിമൽസ് ഉണ്ടാവുന്ന ഒരു ഐഡിയ എനിക്ക് ഉണ്ടായി. അങ്ങനെ അവിടെ അവരെ കോൺടാക്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് we went someone to make an appointment with its Tamil manager and then went to meet him one morning. അങ്ങനെ അവരുമായിട്ടൊരു മീറ്റിംഗ്, ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയിട്ട് അവിടുന്ന് അയാളുമായിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അയാളുമായിട്ടൊരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് പിറ്റേ ദിവസം രാവിലെ. He greeted us warmly and ordered South Indian coffee for us. അങ്ങനെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അദ്ദേഹം ഞങ്ങളെ നല്ല രീതിയിൽ വാം വെൽക്കം ചെയ്തു, അല്ലെ, നല്ല രീതിയിൽ ഊഷ്മളമായ ഒരു വരവേൽപ്പ് ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഒരു സൗത്ത് ഇന്ത്യൻ കോഫി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം അവിടെ ഞങ്ങൾക്ക് തന്നു. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ഊഷ്മളമായ ഒരു സ്വാഗതമായിട്ട് അവിടെ തന്നെന്ന് പറയാം. അത്രയുള്ള ആ ഒരു സെന്റൻസ് ഉദ്ദേശിക്കുന്നത്. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്. അങ്ങനെ മാനേജർ ഞങ്ങൾ വന്നതിന്റെ ആവശ്യം അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് എന്നുള്ളത് ഞങ്ങളോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ദെൻ സെൻഡ് ഫോർ വൺ മിസ് തൊററ്റ്. അങ്ങനെ ഞങ്ങളെ മിസ് തൊററ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, അല്ലെങ്കിൽ മിസ് തൊററ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ അടുത്തേക്ക് ഞങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അപ്പോൾ അദ്ദേഹമായിരുന്നു ആ ഒരു സർക്കസ് കൂടാരത്തിലെ റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരൻ, അല്ലെങ്കിൽ ആ ഒരു മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ട്രെയിൻ ചെയ്യുന്ന വ്യക്തി ഈ ഒരു തൊററ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞങ്ങളെ ഈ ഒരു സർക്കസ് മാനേജർ പറഞ്ഞയക്കുകയാണ്. ഹി ടു വാസ് സൗത്ത് ഇന്ത്യൻ. അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാരനായി. ഇവിടെ വേണ്ടി സൗത്ത് ഇന്ത്യൻ ഇവിടെ രണ്ട് പറഞ്ഞല്ലേ, നേരത്തെ പറഞ്ഞു സൗത്ത് ഇന്ത്യൻ നമ്മുടെ സർക്കസ് മാനേജർ. പക്ഷെ എന്താ സൗത്ത് ഇന്ത്യൻ അല്ലെ, നമ്മുടെ ദക്ഷിണേന്ത്യക്കാർ അല്ലെ, തമിഴ്നാട്, അതേപോലെ തന്നെ കർണാടക, ഈ ഒരു ഭാഗം അല്ലെ, കേരളമൊക്കെ ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലല്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളത്. ആൻഡ് ഹി വാസ് ടു എ സൗത്ത് ഇന്ത്യൻ വെരി വെൽ ബിൽഡ്. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് സെന്റൻസ്? എന്താണ് ആ സെന്റൻസ് ഉദ്ദേശിക്കുന്നത്? വെരി വെൽ ബിൽഡ് മീൻസ് എന്താണ്? നല്ല ആരോഗ്യ ദൃഢഗാത്രൻ, അല്ലെങ്കിൽ നല്ല ശരീരമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല പോലെ അദ്ദേഹത്തിന് വലിയൊരു ശരീരമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ട്രെയിനറാണ്, നല്ലൊരു ശരീരമുള്ള വ്യക്തിയാണ്, നല്ല ദൃഢഗാത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള മിസ്റ്റർ തൊററ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിംഗ് മാസ്റ്റർ. ആൻഡ് വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. അപ്പൊ അദ്ദേഹത്തിന് കാഴ്ചയിൽ അദ്ദേഹത്തിന് ഒരു നേപ്പാളിയെ പോലെ തോന്നുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു, നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പറയണം. നല്ല ആരോഗ്യമുണ്ട്, ഒരു നേപ്പാളിയെ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രായം ഒരു 40 എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എബൌട്ട് 40 എന്നാ പറഞ്ഞത്, 40 അടുത്ത് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് അതിക്രമിച്ചിട്ടില്ല, അത്ര വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. ഹി ഷോഡ് us an old scar on his forearm. അപ്പൊ അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ ഒരു ചെറിയ സ്കാർ, ഒരു മുറിവ് കാണിച്ചു തന്നു. which had been caused by a tiger. അത് ഒരു ടൈഗറിന്റെ അറ്റാക്കിൽ സംഭവിച്ച, അല്ലെങ്കിൽ ഒരു കടുവയുടെ അറ്റാക്കിൽ സംഭവിച്ചതാണെന്ന് അദ്ദേഹം ആർക്ക് പറഞ്ഞു കൊടുത്തു? ഞങ്ങൾക്ക്, അല്ലെങ്കിൽ സത്യജിത്ര എന്ന് പറയുന്ന എനിക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രൂവിനും പറഞ്ഞു തന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. സോ ദ നെക്സ്റ്റ് പാരഗ്രാഫ്.
We told him what we wanted. അപ്പോൾ ഞങ്ങൾ നേരത്തെ സർക്കസ് കൂടാരത്തിൽ വന്ന സർക്കസ് മാനേജറെ കണ്ട സമയത്ത് ഞങ്ങൾ അയാളോട് എങ്ങനെയാണോ ഈ കാര്യങ്ങളെ വിവരിച്ചത്, ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത്, അതേപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മുടെ ചൊറച്ചിനോട് പറഞ്ഞു കൊടുത്തു. ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്, ഏത് തരത്തിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. The shooting was taking place near ഷൂറി ഇൻ ബിർഭൂം. ബിർഭൂം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഷൂറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. We wanted to show a tiger in a thick bamboo grove. അപ്പൊ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കട്ടി കൂടി അല്ലെങ്കിൽ വളരെ ഇടതൂർന്ന ഒരു ബാംബു ഗ്രോവ്, വടിവിന്റെ ബാംബു ഗ്രോവ്, മുളങ്കാട് അല്ലെ. അപ്പൊ മുളങ്കാട്ടില് ഒരു ഈ ഒരു ടൈഗർ പോകുന്ന ഒരു രംഗമാണ് ഞങ്ങൾക്ക് ചിത്രീകരിക്കേണ്ടത്. All the animal was required to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible, and then go back. അപ്പോൾ ആകെ നിങ്ങളുടെ ഈ ഒരു കടുവ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സിംപ്ലി ഇങ്ങനെ പറയുകയാണെങ്കിൽ കടുവ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക, പതിയെ പേസ് ചെയ്യാന്നല്ലേ, പേസ് ജെന്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പേസ്? മെല്ലെ നടക്കുക, മന്ദം നടന്നുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോവുക, പറ്റുമെങ്കിലും ഒന്ന് ക്യാമറയിലേക്ക് നോക്കുക, അതിനുശേഷം തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോ. ഇത്ര മാത്രമാണ് ഞങ്ങൾക്ക് ഈ കടുവയെ കൊണ്ടുള്ള ആവശ്യമെന്ന് മിസ്റ്റർ തോററ്റിനെ സത്യജിത്രയെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, all the animal was required to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible, and then go back. അപ്പോൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. Could a tiger from Bharat circus do this job, Mr. Thorat? അപ്പോൾ മിസ്റ്റർ തോററ്റിനോട് ചോദിക്കുകയാണ്, അപ്പോൾ ഭാരത് സർക്കസിൽ നിന്നുള്ള ഈ ഒരു കടുവയ്ക്ക്, നിങ്ങൾ തരുവാൻ പോകുന്ന അല്ലെങ്കിൽ നൽകാൻ പോകുന്ന കടുവയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ആര് ചോദിക്കുന്ന? സത്യജിത്ര ചോദിക്കുകയാണ്. ഓക്കെ, അതിന് മറുപടി അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത്. മിസ്റ്റർ തോററ്റ് നോഡഡ്, തലയാട്ടിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? എത്ര സമയത്തേക്ക്, എത്ര ഒരു ദൈർഘ്യ സമയമാണ് നിങ്ങൾക്ക് അതിന് വേണ്ടത്, അല്ലെങ്കിൽ എത്ര നേരത്തേക്കാണ് നിങ്ങൾക്ക് അതിന് വേണ്ടി വരിക? ഐ റിപ്ലൈഡ്, perhaps a couple of hours for the shooting. അപ്പോൾ സത്യജിത്ര എങ്ങനെയാണ് മറുപടി കൊടുത്തത്? ഒരു 2 മണിക്കൂർ അതിന്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. couple of hours എന്ന് പറഞ്ഞത് അല്ലെ, ഏതാണ്ട് 2 മണിക്കൂർ മാത്രമേ അതിന് ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. Perhaps a couple of hours for the shooting, I replied, but that would be in addition to the time it will take to travel to and from Shuri. അല്ലെ, to and from എന്ന് വെച്ചാൽ to and from എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര അത് തന്നെ വേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ എത്തിക്കാമെന്ന് ആര് പറയാണ്? നമ്മുടെ സത്യജിത്ര പറയാണ്, അല്ലെങ്കിൽ അത്ര സമയം വേണ്ടി വരും. On being told that the travel itself should take no more than 2 days. അപ്പോൾ ട്രാവൽ തന്നെ 2 ദിവസം കൂടുതൽ, അല്ലെങ്കിൽ അങ്ങോട്ടും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിൽ കൂടുതൽ എടുക്കില്ല എന്നുള്ളത് കൊണ്ട് ഇതിനെ വിട്ടു തരുവാൻ അവർ സമ്മതിക്കുകയാണ്. Okay, on being told that the travel itself should take no more than 2 days, the manager agreed. ഞങ്ങളെ സമ്മതിക്കുകയാണ്, അനുവദിക്കുകയാണ്, to put the tiger in its cage and send it in a lorry. അപ്പോൾ ഒരു കേജിൽ അടച്ചുകൊണ്ട് അതിനെ ഒരു ലോറിയിൽ ആക്കി എന്താണ് ഞങ്ങളുടെ ആ ഷൂട്ടിംഗ് പ്ലേസിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിക്കാമെന്ന് മാനേജർ സമ്മതിക്കുകയാണ്. ഓക്കെ, he invited us to take a look at the tiger. അങ്ങനെ മിസ്റ്റർ തോററ്റും സർക്കസ് മാനേജർ കൂടി ഞങ്ങളെ എങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഈ ഒരു ടൈഗറിനെ കാണുവാൻ, അല്ലെങ്കിൽ അതിന്റെ രൂപമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ക്ഷണിക്കുകയാണ്. Do you think it is going to be easy to set the animal free in the bamboo grove? I couldn't help asking. അങ്ങനെ ഞാൻ മിസ്റ്റർ തോററ്റിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കത് ചോദിക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല, കാരണം അത്രമേൽ ആകാംക്ഷയോട് കൂടി അല്ലെങ്കിൽ അത്രമേൽ സങ്കീർണമായ ഒരു അവസ്ഥയാണ് അല്ലെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ടൈഗറിനെ ഫ്രീ ആക്കി വിടുകയാണ്. അപ്പോൾ മിസ്റ്റർ തോററ്റിനോട് ഇങ്ങനെയാണ് ചോദിച്ചത്, Do you think it is going to be easy to set the animal free in the bamboo grove? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബാംബു ഗ്രോവില് ഈ ഒരു എലിമെന്റിനെ അല്ലെങ്കിൽ ഈ ഒരു ടൈഗറിനെ ഫ്രീ ആക്കി വിടുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു, അല്ലെങ്കിൽ ആ ഫ്രീ ആക്കി വിടുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. I couldn't help asking. എനിക്ക് അങ്ങനെ ചോദിക്കാതിരിക്കുവാൻ പറ്റുമായിരുന്നു വെച്ചാൽ അത്രമേൽ ആകാംക്ഷയോട് കൂടി, അത്രമേൽ പേടിയോട് കൂടിയാണ് ചോദിച്ചത്. കാരണം റിസ്ക് ആണ് അല്ലെ. അപ്പൊ ആ റിസ്ക് എടുത്തുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് മിസ്റ്റർ തോററ്റിനോട് ആര് ചോദിക്കുകയാണ്? നമ്മുടെ സത്യജിത്രയെ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു 10th പാരഗ്രാഫ്. സോ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. മിസ്റ്റർ തോററ്റ് frowned. I am not sure, he replied. I have never let him out of his cage on his own, so really I don't know. What? Were all our plans going to go down the drain? How could we let the tiger's trainer be seen with the animal? How could Gobi and Baga be petrified with fear if the supposedly ferocious animal was accompanied by a man? No,
We could not allow that to happen. ആ ഒരു പാരഗ്രാഫ് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി ആ ഒരു ടൈഗറിനെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതായത് ഫ്രീ ആക്കി അതിനെ വിട്ടാൽ, അതിനെ വേണ്ട രീതിയിൽ ഫ്രീഡം കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു, ആരോട് ചോദിച്ചു? സത്യത്രേ മിസ്റ്റർ തോററ്റിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്. മിസ്റ്റർ തോററ്റ് ഫ്രോൺ, വിച്ച് മീൻസ് അദ്ദേഹം എന്താണ്, നെറ്റിച്ചു വിളിക്കുകയാണ്, അല്ലെങ്കിൽ നീരസത്തോടുകൂടി പറയുകയാണ്, ഐ എം നോട്ട് ഷുവർ, എനിക്കത് ഉറപ്പില്ല, നിങ്ങൾ ചോദിച്ച കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ആൻഡ് ഹി റിപ്ലൈഡ്, അദ്ദേഹം അതിനുശേഷം ഇങ്ങനെ മറുപടി പറഞ്ഞു, ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ. അവന്റേതായ രീതിയിൽ ഞാൻ ഒരിക്കലും അവനെ അവന്റെ കൂടിന്റെ പുറത്തേക്ക് വിട്ടിട്ടില്ല. സോ റിയലി ഐ ഡോണ്ട് നോ, യഥാർത്ഥത്തിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ശരിക്കും എനിക്ക് അറിയില്ല എന്താണ് എനിക്ക് സംഭവിക്കുക എന്നുള്ളത്. അല്ലെ, നമുക്ക് കാണാം, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് കാണാം, പക്ഷെ എനിക്ക് ഉറപ്പില്ല, ഒന്നും തന്നെ ഉറപ്പ് പറയാൻ സാധിക്കില്ല. വാട്ട് were all our plans going to go down the drain? അപ്പോൾ സത്യത്ര ഇത് കേട്ട സമയത്ത് ധരിച്ചു പോവുകയാണ്, അത് ചോദിക്കുകയാണ് ആശ്ചര്യത്തോടു കൂടി, വാട്ട്, എന്താണ് ഈ പറയുന്നത്? were all our plans going to go down the drain? അപ്പൊ നമ്മുടെ ഈ ഒരു ശ്രമങ്ങളൊക്കെ വിഫലമായി പോവുകയാണോ, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോവുകയാണോ? എന്താണ് അവിടെ പരാജയപ്പെടുന്ന ഒരു ഫ്രേസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, go to drain. എന്താ പറഞ്ഞത്? go down the drain എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ്, അഴുക്ക് ചാലിലേക്ക് പോവുക എന്ന് വെച്ചാൽ വ്യർത്ഥമായി പോവുകയാണോ ഞങ്ങളുടെ ഈ ഒരു ഐഡിയ ഒക്കെ എന്നുള്ളത് ചിന്തിക്കുകയാണ് ആര്? സത്യത്രേ. How could we let the tiger's trainer be seen with the animal? എങ്ങനെയാണ് ഞങ്ങൾ ടൈഗറിന്റെ ഈ ഒരു ട്രെയിനറെ അനിമലിന്റെ കൂടെ ഈ ഒരു ചിത്രീകരണത്തിൽ വെക്കാൻ സാധിക്കുക? ഇതൊരു റിയലിസ്റ്റിക് ആയിട്ട് ചിത്രീകരിക്കേണ്ട ഒരു സാധനമാണെങ്കിൽ ആ ഒരു എന്താണ്, ഒരു ഫ്രെയിമിൽ വരേണ്ടത് ആകെ ടൈഗറും അതേപോലെ തന്നെ ബോബിയും ഭാഗ്യയുമാണ് അല്ലെ. അപ്പൊ അതിനിടയ്ക്ക് എങ്ങനെയാണ് ട്രെയിനർ കൊണ്ടുവെക്കാമെന്ന് സത്യത്തിൽ തന്നോട് തന്നെ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു തോററ്റിന്റെ മറുപടിയോട് അദ്ദേഹം തന്നോട് തന്നെ പ്രതികരിക്കുകയാണ്. How could Gobi and Baga be petrified with fear if the supposedly ferocious animal was accompanied by a man? എങ്ങനെയാണ് ഗോപിയും ബാഗയും പെട്രിഫൈഡ് ആവുക എന്ന് വെച്ചാല് ഒരു മെൽറ്റ് ആയി, അല്ലെങ്കിൽ ഒരു ഫ്രോസൺ ആയ രീതിയിൽ അവിടെ നിൽക്കുക, ധരിച്ചു നിൽക്കുക ഒരു വ്യക്തി, ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനർ ഇതിന്റെ കൂടെ അക്കമ്പനി ചെയ്താൽ, അക്കമ്പനി വെച്ചാൽ അതിന്റെ കൂടെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഈ ഒരു രംഗം ശരിയായ രീതിയിൽ അഭിനയിക്കാൻ സാധിക്കുക? നോ, ഒരിക്കലുമില്ല. We could not allow that to happen. അല്ലെ, ഞങ്ങൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല, എന്ത് ആ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ ആ ഒരു ടൈഗർ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കടുവ ഒറ്റയ്ക്ക് പാടുള്ളൂ. അപ്പൊ ഇത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ്. അപ്പൊ അതാണ് ആ ഒരു പാരഗ്രാഫ് പറയുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ലാസ്റ്റ് പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യാൻ ക്ലാസ്. അപ്പൊ നമുക്ക് ഏതാണ്ട് ഈ കഥയുടെ യഥാർത്ഥ ഒരു ഐഡിയയിലേക്ക് എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ആ ഒരു കഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അല്ലെ, എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അദ്ദേഹം വാചാലനായ അല്ലെങ്കിൽ എന്താണ് കുറെ കൂടി സംസാരിച്ചത്. പക്ഷെ ഇവിടെ അദ്ദേഹം താന് നേരിട്ട് ആ ഒരു രംഗം ചിത്രീകരിക്കുന്ന സമയത്ത് താൻ നേരിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വിവരിച്ചു തരികയാണ് അല്ലെ. ഒരു എന്താണ് പച്ചയായ അല്ലെങ്കിൽ എന്താണ് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അവതരണമാണ് അവിടെ കണ്ടത്. തന്റെ അനുഭവം നേരിട്ട് വിവരിക്കുകയാണ് അല്ലെ, താൻ എങ്ങനെ ചിത്രീകരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. നല്ലപോലെ വായിക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.